വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു എന്താ പറയുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവധിയാണ്. എനിക്കും ഹസ്ബൻഡിനും അവധിയാണ്, പിള്ളേർക്കും അവധിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം എന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ആ പ്ലാൻ മാറ്റി, നമുക്ക് എവിടെയെങ്കിലും ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യാം, ഒന്നൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ആവട്ടെ, എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എഴുതിവിടാം. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ്. എവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് വന്നതിനിപ്പോൾ പെട്ടെന്നുണ്ടായൊരു പെട്ടെന്നുണ്ടായൊരു ചിന്താഗതി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് വേഗം പോകും. എന്നിട്ട് ഇന്ന് രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് നാളെ പോരും. അങ്ങനെയാണ്. അപ്പോൾ രാവിലെ പിള്ളേർ എഴുന്നേറ്റപ്പോഴേക്കും നമ്മളിങ്ങനെ പോവാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മൂന്നാളും നല്ല ഉഷാറായിട്ടിരുന്ന് വേഗം പോയി പല്ലേക്കലും കാര്യങ്ങളൊക്കെ വേഗം നടത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ പാക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് വേഗം സോക്സും കാര്യങ്ങളും അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ട് സോക്സും കാര്യങ്ങളും എല്ലാവരും പിള്ളേരുടെ ഡ്രസ്സും എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ ഞാനിങ്ങനത്തെ പ്ലാസ്റ്റിക് കവറില്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്ലാസ്റ്റിക് കവറുകൾ കുറേ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കളയാണ്ട് ഇങ്ങനെ എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇന്നേഴ്സ്, സോക്സ്, പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വേഗം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിങ്ങനെ വെക്കാമല്ലോ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വേഗം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. ഒരു ദിവസം ഒരു നൈറ്റ് മാത്രം സ്റ്റേ ചെയ്യണുള്ളെങ്കിലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും എല്ലാം എക്സ്ട്രാ നമുക്ക് കരുതണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം മറക്കാതെ ഓരോന്നിങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേഗം പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഇനി കളയണ്ടല്ലോ, നമ്മൾ വേഗം ഡ്രസ്സ് മാറിയിട്ട്, അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. വേഗം ഡ്രസ്സ് മാറലും പിള്ളേരെ മാറ്റിക്കലും എല്ലാം കൂടിയായിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി ഇതേ കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ടണലായിരുന്നു കേട്ടോ. കുറേ നേരം ഉണ്ടായിരുന്നു ഈ ടണൽ. അയ്യോ, ആകെ ഇതായി പോയിട്ട് തീരണിയില്ലായിരുന്നു. അതുപോലെ ആയിരുന്നു, വലിയൊരു ടണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെയിലൊന്നും കണ്ട് നമ്മളിത് ചെയ്യരുത്. പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. വെയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കാലാവസ്ഥയൊന്നും ഇല്ല. അതിന് കുറച്ച് കഴിയുമ്പോഴേക്കും മഴ പെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. പക്ഷേ മഴ പെയ്തില്ല, നല്ല വെയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ല. പെട്ടെന്ന് തന്നെ എടുത്തെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ സക്സസ് നമ്പർ നമ്മൾ പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എടുത്തൊരു തീരുമാനമായിരുന്നു അന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ കയറാമെന്ന്. എന്നും വിളിക്കാറുണ്ടായിരുന്നു. നമുക്ക് ഇറ്റലി വെച്ചുള്ള പരിചയമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ ഈ സൈഡിലേക്ക് നമ്മൾ പോന്നിട്ടില്ല, ബയൺ ആ സൈഡിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് വിചാരിച്ചു അന്നേരം എന്തായാലും പോണ വഴിക്കല്ലേ, ഇനി ഇതിന് വേണ്ടി നമ്മൾ വരില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലും കയറിയിട്ട്, അപ്പോൾ ആ ഫ്രണ്ട് വീട്ടിൽ പോണ വഴിക്കാണെങ്കിൽ ഇതിങ്ങനെ മലകൾ ഇതൊക്കെ ആയിട്ട് ഫുള്ളിങ്ങനെ മലയാളികൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ മുന്തിരിയുടെ കൃഷി അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണമെങ്കിലും ഫുൾ പച്ചപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരിയുടെ ഇത് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ചെറുത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അപ്പം ഞാൻ നേരെ ബാക്കിലേക്ക് ഇറങ്ങി ചെറുതിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലെ രാവിലെ നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റിച്ച് വേഗം പോകുന്നതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിട്ടോ. കുറച്ച് ദൂരമായിട്ടുള്ളൂ ഞങ്ങൾ പോകുന്നിട്ട്, പക്ഷേ അപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കത്തിലൊക്കെ ആയി. ആ ഫ്രണ്ടിൻ്റെ വീട് ചെന്നിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും അതൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ സ്ഥലത്തെത്തി. ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് 2-3 സ്ഥലത്തും കൂടെ കയറാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കയറാനുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഒരു 6 ആയപ്പോഴേക്കും നമ്മളിവിടെ സ്പോട്ടിലെത്തി, സ്റ്റുട്ട്ഗാർഡ് എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്, സ്റ്റുട്ട്ഗാർഡിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് രാത്രി നിന്നിട്ട് നാളെ ഞങ്ങൾ വന്ന കാര്യം നടത്തി അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. ചെറിയൊരു ഹോട്ടലാണ്, അത്ര വലിയ 4 സ്റ്റാറും 5 സ്റ്റാറും ഹോട്ടലൊന്നുമല്ല, നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ഹോട്ടൽ ഇങ്ങനെ റൂം എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സൺസെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളും സ്കൈ ഒക്കെ ഇങ്ങനെ ഓറഞ്ച് കളറിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ പിള്ളേരും എല്ലാവരും കൂടി ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ എടുത്ത് തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പായിട്ട് തന്നെ പറഞ്ഞു എന്നാൽ നമുക്ക് വേഗം പോയി വൈകിട്ടത്തെ ഫുഡും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു പിസ്സ ഏരിയ പോയിട്ട് പിസ്സയൊക്കെ വാങ്ങിച്ച് കഴിച്ചു വിടാം. അപ്പോൾ ഞങ്ങൾ നടന്നു പോയത് തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ ഒരു വഴിക്കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.